മറ്റു വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിൽ പറഞ്ഞതിൽ ഉറച്ച് ശശി തരൂർ. രാജ്യസുരക്ഷാ പ്രശ്നങ്ങളിൽ രാജ്യത്തിനാണ് പ്രാധാന്യമെന്ന് തരൂർ പറയുന്നു. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റ് പാർട്ടികളുമായും സഹകരിക്കേണ്ടി വരും. താൻ ചെയ്തത് ശരിയായ കാര്യമെന്നും തരൂർ. Politics is, unfortunately or otherwise, in any democracy, it's about competition. Sometimes the parties feel that is disloyal to them, and that becomes a big problem. Which is your first loyalty? To my mind, the nation comes first. Parties are a means of making the nation better. The objective of that party is to create a better India. But ultimately, we must all be committed to a better India, a safer India, an India whose borders are protected, whose territory is safe, whose people's well-being can be nurtured. And that is my commitment. A very famous line of Nehru's, which I am very fond of quoting. Who lives if India dies? And that's the question. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആസിഫ്, ശശി തരൂർ BJP-യിലേക്ക് പാലമിടുകയാണെന്നൊക്കെ ആരോപണം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നിലപാടിൽ ഉറച്ചാണ് തരൂരിന്റെ വാക്കുകൾ. തീർച്ചയായും ഇന്ന് കൊച്ചിയിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിന് സമയത്താണ് ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുമായും സഹകരിക്കേണ്ടി വരും. ആ തൻ്റെ നിലപാടിൽ ഒരു തരത്തിലുമുള്ള ഒരു വ്യക്തതക്കുറവുമില്ല. ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എന്നാൽ അത് അങ്ങനെയല്ല. തനിക്കിപ്പോഴും രാജ്യം തന്നെയാണ് പ്രധാനം എന്നുള്ള കാര്യമാണ് ശശി തരൂർ ആവർത്തിക്കുന്നത്. മെച്ചപ്പെട്ട ഇന്ത്യ സൃഷ്ടിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യം. പക്ഷേ ഈ കഴിഞ്ഞ വിവാദങ്ങളിൽ തന്നെ പലരും വിമർശിക്കുന്നുണ്ട്. എന്നാൽ താൻ അത് കാര്യമാക്കുന്നില്ല എന്നും ഇന്ത്യ തന്നെയാണ് തനിക്ക് ഒന്നാമത് എന്നുള്ള കാര്യവും ശശി തരൂർ ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. താൻ ചെയ്തത് രാജ്യത്തിന് വേണ്ടിയുള്ള ശരിയായ കാര്യമാണ് എന്നുള്ള കാര്യമാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചത്, തൻ്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരു കാര്യവും ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം ശശി തരൂരിൻ്റെ പ്രതികരണം നമ്മൾ തേടുകയുണ്ടായി. ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളിൽ അദ്ദേഹം ഒരു കൃത്യമായുള്ളൊരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്ന് കൊച്ചിയിലടക്കം നടക്കുന്ന കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഈ രണ്ട് പരിപാടികളും നേരത്തെ ഏറ്റ പരിപാടിയാണ്, എയർപോർട്ടിൽ നിന്ന് നേരെ ഈ പരിപാടിയിലേക്കാണ് വന്നത്, അതുകൊണ്ടാണ് അത്തരത്തിൽ സമയമില്ലായ്മയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്, ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് ഞാൻ നേരത്തെ തന്നെ താൻ എഴുതിയിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ആ പുസ്തകം വായിക്കാത്തവരാണ് തൻ്റെ പുതിയ ലേഖനത്തെ വിമർശിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന്, ശശി തരൂർ പങ്കുവച്ച സർവേയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആ സർവേയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശശി തരൂർ പറഞ്ഞത്, ആ സർവേ തയ്യാറാക്കിയവരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കൂ, താൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഞാനിപ്പോൾ പാർലമെൻറ്റിലല്ലേ എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഏതായാലും ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി അല്ലെങ്കിൽ കുറേ ആഴ്ചകളായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഉയർന്നു നിന്ന വിവാദങ്ങളിൽ അദ്ദേഹം ആ വിഷയങ്ങളിൽ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു സർവേ പങ്കുവെച്ചത് എന്തിന് എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാലും താനിപ്പോൾ പാർലമെൻറ്റിലല്ലേ എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സർവേ എടുത്ത ആളുകളെക്കുറിച്ച് താനല്ലോ സർവേ നടത്തിയത്, ഈ സർവേ നടത്തിയവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കൂ എന്നുള്ള ഒരു നിലപാടും അദ്ദേഹം എന്തായാലും കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളിൽ തൻ്റെ നേതൃത്വത്തെ നിലപാടുകൾ ആവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ചയായ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ലേഖനം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാകുന്ന സർവേ വിവാദം, ഇത് രണ്ടിലും അദ്ദേഹം പരാമർശിച്ച് പോകുന്നുണ്ട്. എന്തായാലും അടിയന്തരാവസ്ഥ തൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തൻ്റെ മുൻ നിലപാട് തന്നെയാണ്, താൻ പുസ്തകത്തിൽ എഴുതിയതാണ്, അത് ആവർത്തിക്കുക മാത്രമാണ് എന്നും ആ പുസ്തകം വായിക്കാത്തവരാണ് തന്നെ ഇപ്പോൾ വിമർശിക്കുന്നത് എന്നുള്ള ഒരു നിലപാട് ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. സർവേ തയ്യാറാക്കിയത് താനല്ല, താനിപ്പോൾ പാർലമെൻറ്റിലല്ലേ എന്നുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന്, താങ്കൾ മുഖ്യമന്ത്രിയുമാകുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിട്ടുള്ളത്. രുചീഷ്.